ഇന്ന് നമ്മളൊരു പ്രൊഫഷണൽ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിലെ ഏവർക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ജുഡീഷ്യറിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ജീവിതത്തിൽ അദ്ദേഹത്തിനുള്ള പ്ലസ് ക്വാളിറ്റീസ്, അതെന്ന് അദ്ദേഹം ഫോളോ ചെയ്യുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പെൻ ഈസ് മൈറ്റർ ദാൻ സ്വാഡ് എന്നാണല്ലോ പറയാറുള്ളത്. ഇന്നത്തെ നമ്മുടെ അതിഥി ഹി ഹസ് പെൻ ഡൗൺ എ ബുക്ക് കോൾഡ് മിറാൻഡ ഓൺ ക്രിമിനൽ മേജർ ആക്ട്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ആരാണ് ഇന്ന് നമ്മുടെ അതിഥി എന്നുള്ള കാര്യം. മാത്രമല്ലാതെ നോളജ് ഇസ് വിസ്ഡം. അദ്ദേഹത്തിൻ്റെ നോളജ് പകരുവാൻ, അദ്ദേഹത്തിൻ്റെ നോളജ് ഷെയർ ചെയ്യുവാൻ തീർച്ചയായിട്ടും ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഈ അരമണിക്കൂർ എപ്പിസോഡ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറേ നോളജ് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി മിറൻഡ ലോ ചേംബേഴ്സ് അഡ്വക്കേറ്റ് ഡോക്ടർ മിറൻഡ, അദ്ദേഹത്തിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാറിൻ്റെ ജനനം തൊട്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ഒരു എന്താ പറയുക, പ്രൊഫഷണൽ അഡ്വക്കേറ്റ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിമിനൽ അഡ്വക്കേറ്റിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു. ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ സാറിൻ്റെ ഒരു നോളേജ് നമ്മൾ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ നോളേജ് കിട്ടിയ ഉറവിടം എന്ന് പറയുമല്ലോ നമ്മുടെ സ്വന്തം വീട്, കുടുംബം, നാട് എന്നുള്ളത്. അവിടെ നിന്ന് തുടങ്ങാം. സാറിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ജന്മസ്ഥലം സെന്റ് ആൻഡ്രൂസ്. കഴക്കൂട്ടത്തിനടുത്തായിരുന്നു. അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിലായിരുന്നു. അപ്പൊ താങ്കളുടെ ഫാദർ എന്തായിരുന്നു സിംഗപ്പൂരിൽ? സിംഗപ്പൂർ ഡിഫൻസിൽ ഒരു സാധാരണ ജോലിയായിരുന്നു, ഏറ്റവും ലോസ്റ്റ് ജോലിയാണ്. അമ്മയും അവിടെ ഉണ്ടായിരുന്നു. കല്യാണം, അവരുടെ മാരേജ് അവിടെ വെച്ചോണ്ട് നടന്നു. അവരൊരു 10-20 അവിടെ സെറ്റിലായിരുന്നു. അപ്പൊ താങ്കൾ ജനിച്ചത് സിംഗപ്പൂരിലായിരുന്നോ? അല്ല, ഞാൻ എന്റെ ജനനത്തിന് വേണ്ടിയാണ് വന്നത്. അതിനുശേഷം ഇവിടെ സെറ്റിലായി. സ്വന്തം ഫാദർ നേടിയെടുത്ത നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അച്ഛൻ എപ്പോഴും രാവിലെ ഡിഫൻസിലെ 4 മണിക്ക് രാവിലത്തെ ഷിഫ്റ്റൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ജോലി ചെയ്യുന്നത്. വേറെ എൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും അച്ഛൻ അങ്ങനെ പറയിടാറുണ്ട്. അച്ഛനെ ജീവിതത്തിൽ മിസ് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. അച്ഛൻ്റെ ഭയങ്കര കണ്ണുകൾ നിറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഐ കൻ ഫീൽ ദാറ്റ് ലവ് ആൻഡ് അഫെക്ഷൻ ഫോർ ഹിസ് ഫാദർ. ഇപ്പോൾ അച്ഛനുണ്ടോ? എവിടെ? ഒപ്പം തന്നെയാണ്? വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛൻ, അമ്മ രണ്ടുപേരും ഉണ്ടോ അവിടെ? അമ്മ മരിച്ചുപോയി. എങ്ങനെയായിരുന്നു ലോ സൈഡിലേക്ക് വരാനുള്ള സാഹചര്യം? ലോ സൈഡിലേക്ക് വരാനായിട്ട് എന്നോട് 1-2 ബ്രദേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ലോയർ പ്രൊഫഷൻ നല്ലതാണ്, അതിന് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയി ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ പോയി പഠിച്ചു. അങ്ങനെ എനിക്ക് അവിടെ ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ അവിടുത്തെ ഒരു നമ്പർ 1 ഫാമിലി ജോയിൻ ചെയ്യാൻ പറ്റി. ഒരു പ്രൊഫഷണലായിട്ട് ഒരു ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയ്ക്ക് എത്തുമ്പോൾ നമ്മളുടെ അമ്മ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വാത്സല്യം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അച്ഛനെ കുറിച്ച് പറഞ്ഞു നേരത്തെ, അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ, അച്ഛനാണ് എന്നെ വഴി നടത്തിച്ചെന്ന ആള്. അമ്മയെക്കുറിച്ച് എന്തായിരുന്നു? അമ്മയും വളരെ സിമ്പിളാണ്. എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വളരെ ഡിസിപ്ലിൻഡ് വീട്ടിൽ. അങ്ങനെ ഒരു സംസാരം ഉറച്ച് സംസാരിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എത്ര മക്കളാണ്? 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളാണ്. എന്താ ചെയ്യുന്നവര്? ഒരാൾ +1-ലായി, ഒരാൾ 7th സ്റ്റാൻഡേർഡ്. ഓത്തർ ആസ് എൻ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആസ് എൻ ഓത്തർ എന്ന് പറയുമ്പോൾ ഡോക്ടർ മിറാൻഡ എന്ന് നമുക്ക് താഴെ അടിവരയിട്ട് പറയാം. എങ്ങനെയാണ് ഈ ബുക്ക് എഴുതാനുള്ള താല്പര്യം ഉണ്ടായത്? ബുക്ക് എഴുതാന്ന് പറഞ്ഞാൽ അത് ജൂനിയർഷിപ്പ് ചെയ്യുമ്പോൾ വളരെ കഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഈ വെർഡീസ് മറ്റേ ഇതൊന്നുമില്ല, നെറ്റ് ഒന്നുമില്ല, പിന്നീട് കമ്പ്യൂട്ടറൈസ്ഡ് വെർഷൻസ് ഒന്നുമില്ല, CD ഒന്നുമില്ല, ഈവൻ ഡൈജസ്റ്റ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു പോയിന്റ് കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ 49 മുതലുള്ള ഇയർ വോളിയൂംസ് നോക്കി വേണം. അടുത്ത കേസിൽ നോക്കുമ്പോൾ വീണ്ടും ഈ 49 മുതൽ തന്നെ നോക്കണം. ഭയങ്കര കഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. സെർച്ച് ചെയ്യാനൊന്നും വഴിയില്ല. അപ്പോൾ ഞാൻ ചില പോയിന്റ് ഞാൻ തന്നെ ഒരു ഡൈജസ്റ്റ് പോലെ എഴുതി തുടങ്ങി. വീണ്ടും സെർച്ച് ചെയ്യണ്ടല്ലോ എന്ന് എഴുതി. ഇപ്പോൾ ഇവിടെ എവിഡൻസ് ആക്ട് സെക്ഷൻ 10 എന്താണ് പറയുന്നത്, അതിപ്പോൾ ചിലപ്പോൾ 49 പറഞ്ഞാണ്, പിന്നെ പറയുന്നത് 88 പക്ഷെ നമ്മൾ ഇത് 49 എഴുതി രണ്ടാമത് 88 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ 2 ബുക്ക് എടുത്താൽ മതി. അല്ലെ നമ്മൾ വീണ്ടും 49 എല്ലാ വർഷത്തെയും ബൗണ്ട് എടുത്ത് വായിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ഒന്ന് പ്രിന്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അതാണ് എൻ്റെ ബുക്കാണ് ഫസ്റ്റ് ഡൈജസ്റ്റ് കേരളത്തിലെ ക്രിമിനൽ സൈഡിൽ. ക്രിമിനോളജി സ്റ്റഡി ഓഫ് ക്രൈം
അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് താങ്കൾ USA യൂണിവേഴ്സിറ്റിയിൽ. എങ്ങനെയായിരുന്നു അതിനോട് കൂടി ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് അല്ല, അത് പേഷ്യൻസ് ചുമ്മാ തമാശക്ക് ഒരു ഓൺലൈൻ വഴി ചെയ്ത് തുടങ്ങിയ പരിപാടിയാണ്. തമാശക്ക്, പക്ഷെ അത് കാര്യമായിട്ട് ഒരു ഡോക്ടറേറ്റ് നേടിത്തന്നിട്ടുണ്ട്. ആൻഡ് ഈ ബുക്സ് എഴുതുന്നതല്ലാതെ വേറെ എന്തൊക്കെയാണ് സാറിന്റെ ജീവിതത്തിൽ സാർ ഹോബി ആയിട്ട്? ഹോബി ജൂനിയർ ഡേയ്സിലൊക്കെ നാടകം എഴുതുമായിരുന്നു. പിന്നെ ഗിറ്റാറിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോഴും അതിലൊക്കെ ഇപ്പോഴതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. ആൻഡ് പർട്ടിക്കുലർലി ക്രിമിനൽ സൈഡ് സെലക്ട് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ക്രിമിനൽ സൈഡ് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് ആകെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, പെട്ടെന്ന് എന്നെ സെലക്ട് ചെയ്തത് ക്രിമിനൽ സൈഡിലാണ്. അവിടുത്തെ കമ്പനിയിൽ ക്രിമിനൽ ലോയറിൻ്റെ വേക്കൻസിയിലാണ് എന്നെ എടുത്തത്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണാറുണ്ട് കുറേ ലോയേഴ്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് പഠിക്കുന്നു, പുറത്ത് വരുന്നു, പക്ഷെ അവരെ കൊണ്ട് ഫ്ലറിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ചിലർക്ക് ഫ്ലറിഷ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഡെഡിക്കേഷനാണ്. ഒരു ഡിൻറ്റ് ഓഫ് ഹാർഡ് വർക്ക് കൊണ്ടാണ് നമുക്ക് ഈ ഏരിയയിൽ എന്തെങ്കിലും അറിയാൻ പറ്റുന്നത്. ഈ പല കുട്ടികളും ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ആഴ്ചയിൽ 20 രൂപയാണ് തന്നത് സീനിയർ. അപ്പോഴേ ഇത് പലരും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വേറെ ജോലി തേടി അങ്ങ് പോകും. അന്ന് പേയ്മെൻ്റ് ഒന്നുമില്ല, ഇപ്പോഴും പേയ്മെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പിള്ളേരാരും നിൽക്കത്തില്ല. അവർക്ക് നല്ല വേറെ ടെക്നോ പാർക്ക് അങ്ങനെയൊക്കെയുള്ള എവിടെയെങ്കിലുമൊക്കെ പോയിക്കളെ. എത്രത്തോളമാണ് താങ്കളുടെ ദൈവവിശ്വാസം? അല്ല, എൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത് കാണാൻ പറ്റും. പിന്നെ വളരെ സിമ്പിളായി ജീവിക്കുക, മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കുക. ഇന്നിപ്പോ കാണുന്ന ഒരു എന്താ പറയാ, ഒരു പ്രൊഫഷണൽ അഡ്വക്കേറ്റ്, ലീഡിങ് അഡ്വക്കേറ്റ്, ഇത്രയും സിമ്പിളായിട്ട് ജീവിതത്തിന് വളരെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഡോക്ടർ ക്ലാരൻസ് മിറണ്ടനെ കണ്ടാൽ മതി എന്ന് പറയത്തക്ക രീതിയിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഓൾമൈറ്റിയുടെ ബ്ലെസ്സിങ്സ് കൊണ്ട്. ആൻഡ് ജൂനിയേഴ്സിന്റെ ഇടയ്ക്ക് ഡോക്ടർ ക്ലാരൻസ് മിറണ്ട എങ്ങനെയാണ്? ജൂനിയേഴ്സിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്രിമിനൽ സൈഡിലുള്ള എല്ലാ കുട്ടികൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. അവർക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ അഡ്വൈസ് കൊടുക്കും. ഞാൻ തന്നെ അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൊടുക്കും, ഫയൽ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. വേറെ എല്ലാ ഓഫീസിൻ്റെ ജൂനിയേഴ്സിനെയും ഞാൻ സഹായിക്കും. നമുക്ക് വേണ്ടി വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു ഫിലോസഫിക്കൽ 2 ലൈൻ, അത് അവരുടെ ജീവിതത്തിൻ്റെ കണ്ടന്റായിട്ട് അവരുടെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണോ വേണ്ടത്, സാറിന്റെ ആ ഒരു മൈൻഡ് ഓഫ് വിസ്ഡത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പറയാനുള്ള 2 വരികളുണ്ട്. എനിക്കോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്നുള്ളൂ. ഡു യുവർ ആക്ഷൻസ്, റിസർവ് ദ ഫ്രൂട്ട്സ് വിത്ത് ഓൾമൈറ്റി, don't expect the fruits, and you are not a person to expect the fruits of your actions. And സാറിന്റെ ജീവിതം അതിനൊരു എക്സാമ്പിൾ ആണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു ആഴ്ചക്ക് ഒരു ദിവസം 20 രൂപ ജൂനിയറിന്, അന്ന് ഒരു സ്റ്റാൻഡേർഡ് മീൽ അടിക്കാൻ തന്നെ 20 രൂപ ഉണ്ട്. 20 രൂപ ഒരുപാട് പട്ടണേക്ക് കിടന്നു. എന്നിലും ജീവിതത്തിൽ ഒരു എന്താ പറയാ, ഒരു എയിം ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല ലീഡിങ് അഡ്വക്കേറ്റായി മാറണം എന്നുള്ളൊരു എയിം. ആ എയിം മാത്രം പിടിച്ചുകൊണ്ടാണ് താങ്കൾ ജീവിച്ചത്. ആ എയിമിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഹൗ ഫാർ യു ഹാവ് റീച്ച്ഡ് യുവർ സക്സസ്? ഒരുപാടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജില്ലാ കോടതിയിൽ സെഷൻസ്, അതായത് ഈ ലൈഫ് ഇംപ്രിസൺമെന്റ്, ഡെത്തുള്ള കേസ്, ആ കേസുകൾ മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് ബെയിലുണ്ട്. അങ്ങനെയുള്ള കേസുകൾ എല്ലാ ദിവസവും എനിക്ക് ട്രയലും ഉണ്ട്. ഞാൻ അച്ചീവ് ചെയ്ത ചിലപ്പോൾ ഇന്ത്യയിൽ ആരും അച്ചീവ് ചെയ്ത് കാണത്തില്ല. ഇത്തരത്തിലുള്ള ട്രയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സെഷൻസ്, ഒരു 10,000-ഓളം സെഷൻസ് ട്രയൽ ഞാൻ നടത്തിയിട്ടുണ്ട്. സെഷൻസ് മീൻസ് പണിഷ്മെൻറ്റ് ഇസ് ഡെത്ത് ഓർ ലൈഫ് ആണ്. അങ്ങനെയുള്ള കേസുകൾ 10,000 നടത്തി കാണും. അത് ആർക്കും അങ്ങനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല, അത്ര അവസരങ്ങളും കിട്ടിയിട്ടില്ല. എൻ്റെ സീനിയറിൻ്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ എല്ലാ സെഷൻസും ഞാൻ തന്നെയാണ് നടന്നത്. സാർ ഡിഫൻസ് സൈഡ് ആണല്ലോ. അപ്പോൾ ഡിഫൻസ് സൈഡ് ആകുമ്പോൾ ചില സമയത്ത് നമുക്ക് എഗെയിൻസ്റ്റ് ദ ലോ നമുക്ക് വാദിക്കേണ്ടി വരും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ശരിക്ക് വരുന്ന ക്രിമിനൽ തന്നെ ആണോ അല്ലെങ്കിൽ യഥാർത്ഥ അല്ലെങ്കിൽ നിഷ്കളങ്കത. അല്ല, ഈ ക്രിമിനലിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പോലീസിനൊരു കേസുണ്ട്, ആ കേസ് എത്രത്തോളം അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ഇനി ജീവിതത്തിൽ അങ്ങോട്ട് എന്താണ് താങ്കളുടെ എയിം? ഇത് തന്നെ ചെയ്യാന്നുള്ളതാണ്, അല്ലെ വേറെ പ്രത്യേകിച്ച് ഫീൽഡിനെ കുറിച്ചുള്ള ചിന്ത. കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം? കലാപരമായിട്ട് കുറച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്താണ്, എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഗിറ്റാറിസ്റ്റായിട്ട് തന്നെ കുറച്ച് പഠിച്ച് കുറച്ചുകൂടെ ഹയറായിട്ടൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് ആഗ്രഹം. എന്തായിരുന്നാലും എല്ലാം അല്ലെങ്കിൽ ഈശ്വരൻ താങ്കളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ താങ്കൾക്ക് ഇത്രയും വലിയ നോളേജ് ഷെയർ ചെയ്യാനുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട് ഈ ലോകത്ത്. ആ പല മാർഗത്തിൽ ഒരു മാർഗം കലയാണ്. ആ കലയിലും കൂടിയിട്ട് സാറിന് നല്ല രീതിയിൽ സക്സീഡ് ചെയ്യാൻ സമ്മതിക്കട്ടെ. അതിനുള്ള നല്ല ആരോഗ്യവും അതിനുള്ള നല്ല ശക്തിയും താങ്കൾക്ക് അനുവദിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.